chapter we have learned about basics of atmosphere, rotation, revolution, Coriolis force. അതിൻ്റെ ഒരു പോർഷൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, വിൽ ടേക്ക് ഇറ്റ് സെപ്പറേറ്റ്ലി, ബേസിക്സ് അല്ല, വിൽ ടേക്ക് ഇറ്റ് ഇൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിരുന്നു. ഹെഡിങ് എഴുതിക്കോ, റെവല്യൂഷൻ ഓഫ് എർത്ത്. റെവല്യൂഷൻ ഓഫ് എർത്ത്. Revolution of Earth. We have written about aphelion, perihelion. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? What is perihelion? When Earth is nearest to Sun. Peri means nearest. Okay. What is aphelion? When Earth is far away from Earth. Okay. Subheading: reason for seasons. Okay. Reason for seasons. Seasons ഉണ്ടാകാനുള്ള reasons. Okay. Subheading: seasonality. Seasonality. It refers to movement of Earth in its orbit around the sun which results in different seasons which we observe in Earth. Okay. അപ്പോൾ എന്താണ് സീസൺസ്? ചേഞ്ചസ് വാട്ട് വി ഒബ്സർവ് ഇൻ എർത്ത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവാൻ എന്താണ് കാരണം? റൊട്ടേഷൻ ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. സീസൺസ്, വാട്ട് ഇസ് ദ റീസൺ? റെവല്യൂഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ ഇൻ ഇറ്റ്സ് 365.5 ഡേ. ഓക്കെ, നോക്കാം. ഇഫ് നല്ലപോലെ നോക്കണേ, കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ പിക്ചർ കൊണ്ടൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ദിസ് ഈസ് ഫോർ യു ടു കീപ്പ് ഇൻ യുവർ മൈൻഡ്, പിക്ചർ ഫോർ യു ടു ഗോ ഹോം ആൻഡ് റിവൈസ്. അത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി നോയിങ് ദിസ്, ബിക്കോസ് ഇത് 3D ഫോർമേഷൻ ആണല്ലോ, അതൊരു ഹൊറിസോണ്ടൽ ഫോർമേഷനും. ഓക്കെ, ദിസ് ഇസ് സൺ, ദിസ് കപ്പ് ഇസ് സൺ, ദിസ് ഇസ് എർത്ത്. ഓക്കെ, ഐ എം ഓൾവേസ് ലൈക്ക് ദിസ് on my axis. I am never straight. I am like this. Okay. ഇത് ഇവിടെ എത്തുമ്പം ഇങ്ങനെ ആവോ? ഇല്ല, ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് തിങ് ടു റിമെമ്പർ, എപ്പോഴും ഇങ്ങനെ തന്നെ, മോഹൻലാലിന്റെ കൂട്ടി ചരിഞ്ഞ് തന്നെ ഫുൾ റൊട്ടേഷൻ. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആവില്ല, ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആവില്ല, നെവർ. ഓക്കെ, ഇറ്റ് വിൽ ബി മൂവിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നിൽക്കുമ്പം ഇറ്റ് ഈസ് മൂവിങ് ലൈക്ക് ദിസ്. ഇവിടെ എത്തുന്നു, ഇങ്ങനെ തന്നെ ഇവിടെ എത്തുന്നു, ഇങ്ങനെ തന്നെ ഇവിടെ എത്തുന്നു. 365 ഡേയ്സ് ഇസ് ഓവർ. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ നോർത്തേൺ പോൾ ഇത്, സദേൺ പോൾ താഴെ. ഈ നോർത്തേൺ പോൾ എങ്ങോട്ടായിരിക്കുന്നേ? എവേ ഫ്രം സൺ ആണോ? ഇവിടെ എത്തുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല, സൗത്തും നോർത്തും ഒരുപോലെ സണ്ണിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നു. അത് കറക്റ്റ് ആണോ? അത് നിങ്ങൾ മനസ്സിലാവേണ്ട മെയിൻ തിങ് അതാണ്. ഇവിടെ എത്തുമ്പോൾ നോർത്തേൺ പോൾ ദൂരെ നിൽക്കുന്നു സണ്ണിനെക്കാട്ടിലും, 1 പോയിന്റ്. ഇവിടെ എത്തുമ്പോൾ ദൂരെയും ബാക്കിലൊന്നുമില്ല, നോർത്തേൺ പോളും സദേൺ പോളും ഉള്ള ഇതിൽ തന്നെ സണ്ണിനെ ഒരു ഫേസ് ചെയ്ത് നിൽക്കുന്നു. അതെന്താണോ? അതെങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു? നോർത്തേൺ പോൾ ഇസ് ഫാർ. ഓക്കെ, ഞാൻ ഇങ്ങനെ തന്നെ മൂവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇങ്ങനെ മാറുവാണെങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെ മാറുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെ തന്നെയല്ലേ വരുന്നത്. സോ എവറിത്തിങ് ഇസ് സെയിം. ഓക്കെ, റൊട്ടേഷൻ ഇസ് ഹാപ്പനിങ്, ദാറ്റ് ഇസ് എവറി ഡേ ദാറ്റ് ഇസ് ഹാപ്പനിങ്. ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, സോ ദർ ഇസ് നോ മൂവ്മെന്റ്. ഞാൻ ഇവിടെ വരുന്ന ദിവസം എൻ്റെ നോർത്തേൺ സദേൺ പോളിലും ഒരുപോലെ റേസ് വീഴുന്നു, ഈ സൈഡിലും ഒരുപോലെ വീഴുന്നു. അത് നമുക്ക് എങ്ങനെ അതിന് ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഫോളിങ് ഡയറക്ട്ലി ഓർ ഹൊറിസോണ്ടലി ടു ഇക്വേറ്റർ. ഓക്കെ, വി ക്യാൻ സേ ഇറ്റ് ഇസ് ഫോളിങ് ഓൺ ദ ഇക്വേറ്റർ. അതാണ് നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ട കാര്യം. ഇനിയും ഇതിവിടെ വരുന്നു, ഇതിവിടെ വരുമ്പോൾ എന്താണ് പറ്റുന്നത്? നോർത്തേൺ പോൾ ഇസ് ക്ലോസ് ടു സൺ ആയോ? ഇങ്ങനെ തന്നെ ഇവിടെ വരുന്നു,
പണ്ടത്തെ കൂട്ട് തന്നെ നോർത്തേൺ പോൾ സദേൺ പോളും ഒരുപോലെ ഇവിടെ ഡേയും അപ്പുറത്ത് നൈറ്റും ഒരുപോലെ എല്ലാം ഫേസ് ചെയ്ത് നിൽക്കുന്നു. ഒന്നുകൂടെ പറയാം. സൺ ഈസ് ഹിയർ. മൈ നോർത്തേൺ പോൾ ഇസ് ഫാർ അവേ ഫ്രം സൺ. വെൻ ഇറ്റ് ഇസ് ഫാർ അവേ ഫ്രം സൺ, പുതിയ കാര്യം പറയാൻ പോവാണ്. ഐ ഹാവ് വിന്റർ സോൾസ്റ്റൈസ് ഹിയർ. എന്താണ് വിന്റർ സോൾസ്റ്റൈസ്? വെൻ സൺ ഇസ് സോൾസ്റ്റൈസിന്റെ അർത്ഥം സൺ ഇസ് സ്റ്റാൻഡ് സ്റ്റിൽ, അങ്ങനെ തന്നെ നിൽക്കുന്നു, മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പൊ എനിക്ക് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ ആണ്. കറക്റ്റ് അല്ല? വിന്റർ തണുപ്പ്, സണ്ണിന്ന് മാറി നിൽക്കുന്നു, ചൂടില്ല. സോ ഐ ഹാവ് നോർത്തേൺ ഹെമിസ്ഫിയർ വിന്റർ. ഇങ്ങനെ തന്നെ ഞാൻ വരുന്നു. ഇവിടെ എനിക്ക് വിന്റർ സമ്മർ ഒന്നുമില്ല. ഈക്വൽ ഡേ ഈക്വൽ നൈറ്റ്. ഇറ്റ് ഇസ് കോൾഡ് ഇക്വിനോക്സ്. Okay, I am coming here. My northern pole is near to sun, so I have summer solstice here. മനസ്സിലായോ? നോർത്തേൺ പോൾ സൺ അടുത്താണ്, അപ്പൊ ചൂട് ഒരു കാലമാണ്, അപ്പൊ എനിക്ക് സമ്മർ ആണ്. സിമ്പിൾ. ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ വരുന്നു. ഐ ഹാവ് ഇക്വിനോക്സ് ഹിയർ. നോ സമ്മർ, നോ വിന്റർ, ഈക്വൽ ഡേ ഈക്വൽ നൈറ്റ്. ഇതാണ് ഫോർ ഡിഫറെന്റ് സീസൺസ്. ഓക്കെ, നമ്മൾ സോൾസ്റ്റൈസ് എന്ന് പറയുമ്പം സൺ ഇസ് സ്റ്റാൻഡ് സ്റ്റിൽ എന്നാണ് അർത്ഥം. ഇക്വിനോക്സ് പറഞ്ഞാൽ ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ്. ഓക്കെ, സോൾസ്റ്റൈസ് പറയുമ്പോൾ എപ്പോഴും വി ടോക്ക് വിത്ത് റെസ്പെക്ട് ടു നോർത്തേൺ ഹെമിസ്ഫിയർ. സൗത്തിനെ നമ്മൾ എടുക്കത്തേ ഇല്ല. നോർത്തേൺ വിന്റർ മീൻസ് വാട്ട്? വിന്റർ ഇൻ നോർത്ത്. അപ്പൊ സബ്സിക്വന്റ് സൗത്ത് സമ്മർ നമ്മൾ ഉദ്ദേശിച്ചോണം, അവർ പറയില്ല. എന്താണ് അതിന് കാരണം? All research laboratories, everything is lived in the northern part of the hemisphere. കാരണം ജർമ്മൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ആണ് all research നടത്തിയത്. So they will talk only in their perspective. South we have what? We have South America, we have South Africa, we have Australia. അവിടുന്ന് nothing happened big. So all inventions, all namings, normal, everything is related to northern hemisphere. ഞാൻ ഇവിടെ വന്നു. I am telling I have southern summer or summer solstice, sorry, northern summer or summer solstice. എന്താണ്? എൻ്റെ നോർത്ത് പോളിൽ സമ്മർ ആണ്. അപ്പൊ അതിന് അർത്ഥം എന്താ? എൻ്റെ സൗത്ത് പോളിൽ എന്താണ്? വിന്റർ. നമ്മൾ ഉദ്ദേശിച്ചെടുത്തോണം. ഇതാണ് മൂവ്മെന്റ്. ഇവിടെ വരുമ്പോൾ ഐ ഹാവ് ഇക്വിനോക്സ്, ബോത്ത് ഡേ ആൻഡ് നൈറ്റ് സെയിം. സമ്മർ വിന്റർ ഒന്നും ഇല്ല, സ്പ്രിംഗ് ആൻഡ് ഓട്ടം ആണ് വരുന്നത്, വലിയ ഇതൊന്നും ഇല്ല. ഓക്കെ, റൗണ്ട് അപ്പ് ചെയ്യാം. ദിസ് ഇസ് സൺ, ദിസ് ഇസ് എർത്ത്. ഐ എം സ്റ്റാൻഡിങ് ലൈക്ക് ദിസ്. ഓക്കെ, മൈ നോർത്തേൺ പോൾ ഇസ് ഫാർ അവേ ഫ്രം സൺ. ഓക്കെ, ഐ ഹാവ് വിന്റർ സോൾസ്റ്റൈസ്. വിന്റർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. സോ വാട്ട് ഇസ് ഇൻ മൈ സദേൺ ഹെമിസ്ഫിയർ? എന്തായിരിക്കും? അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ സമ്മർ, ചൂട് കൂടുതലാണ്, സമ്മറാണ്. ഞാൻ ഇങ്ങനെ തന്നെ ഇവിടെ വരുന്നു. ഇക്വിനോക്സ്. സമ്മർ വിന്ററിൽ മാറ്റങ്ങളൊന്നും ഇല്ല. മാറ്റങ്ങളുണ്ട്, ബട്ട് നോട്ട് സോൾസ്റ്റൈസ്. ഓക്കെ, ഐ എം കമ്മിങ് ലൈക്ക് ദിസ്. ഐ ഹാവ് സമ്മർ സോൾസ്റ്റൈസ് ഓർ സമ്മർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇഫ് ഐ ഹാവ് സമ്മർ, എന്താ സമ്മർ പറയാൻ കാരണം? ഞാൻ ഈ പോളിന് അടുത്താണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് വിന്റർ അപ്പൊ എവിടാണ്? സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, ഐ എം കമ്മിങ് ഹിയർ ഇക്വിനോക്സ്. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും ബോർഡിൽ നോക്കൂ. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് ഡിസംബർ. എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ഡിസംബർ. ഓക്കെ, ഡിസംബർ എന്താണ്? This is my axis, tilted axis. എർത്തിന്റെ ഡയറക്റ്റ് ഹാഫ് എവിടാണ്? നോർത്ത് പോൾ, സൗത്ത് പോൾ ഇവിടാണ്. പക്ഷെ അങ്ങനെയാണോ എർത്ത് കറങ്ങുന്നത്? ആക്സിസ് ഇസ് ടിൽറ്റഡ്. സോ ഓൾവേസ് ആ ടിൽറ്റഡ് ആക്സിസ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് മൈ നോർത്ത് ആൻഡ് ദിസ് ഇസ് മൈ സൗത്ത് പോൾ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ മൈ നോർത്തേൺ ഹെമിസ്ഫിയർ ഈസ് ഫാർ അവേ ഫ്രം സൺ. ഐ ഹാവ് വിന്റർ സോൾസ്റ്റൈസ്. ഓക്കെ ആണോ? ഓക്കെ, ഡേറ്റ് ഇസ് December 21, 22. ഓക്കെ, നിങ്ങൾ കാണാൻ പഠിക്കണം, ഡേറ്റ് കാണാൻ പഠിക്കണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ദെൻ ഐ ആം മൂവിങ് ടു മാർച്ച്. ഓക്കെ, അടുത്ത വർഷമായി. ഡിസംബർ കഴിഞ്ഞു, ജനുവരി, ഫെബ്രുവരി, മാർച്ചായി. മാർച്ചിലെത്തുമ്പോൾ ഐ എം സ്റ്റാൻഡിങ് ലൈക്ക് ദി സെയിം. ഓക്കെ, ഇറ്റ് ഹാവ് ഇക്വിനോക്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഫോളിങ് ഡയറക്ട്ലി ഓൺ ദി ഇക്വേറ്റർ. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പടം വെച്ചിട്ട് ഡയറക്റ്റ് നോക്കിയാൽ മനസ്സിലാവില്ല. നിങ്ങൾ ആ ഞാൻ പറഞ്ഞത് ഓർക്കണം. ഓക്കെ, എന്താണ്? ഇവിടെ സെയിം, അപ്പുറത്തും സെയിം. സീസൺസിൽ there is no solstice, directly falling on equator. എന്താണ്? ഇവിടെ സണ്ണും എർത്ത് is falling behind. അപ്പൊ 3D പിക്ചർ വെച്ച് നോക്കി നിങ്ങൾ ഓർത്താൽ മതി. കപ്പ് വെച്ചിട്ട് ആ ബോക്സ് വാസ് ബിഹൈൻഡ്. ഇറ്റ് ഇസ് falling directly on the equator. Then I am coming to June. June 21, 22. Okay, മാർച്ച് കഴിഞ്ഞിട്ട് ജൂൺ. ഓക്കെ, ജൂണില് മൈ സമ്മർ. ഓക്കെ, നോർത്തേൺ pole is closer to sun.
അപ്പൊ ഇത് ചൂട് കൂടുതലാണ്. ഐ ഹാവ് സമ്മർ സോൾസ്റ്റൈസ്. ഇതൊക്കെ ആണോ? Then again I am coming, rays are falling directly on the equator. I have equinox, equal day, equal night. That is happening in September 22nd or 23rd in each year. ഇതാണ് revolution of earth ന്റെ main crux. Okay, ഒന്നുകൂടെ പറയാം. We'll start with December. Everything we talk with respect to northern hemisphere. Okay, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ എന്ന് സങ്കല്പിച്ചാലും ഓക്കെ, ബിക്കോസ് വി ആർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. നമ്മുടെ എക്സ്പീരിയൻസ് എടുത്താലും ഓക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് എപ്പോഴാണ് ഉള്ളത്? ഡിസംബർ. സോ വി ഹാവ് വിന്റർ സോൾസ്റ്റൈസ് ഇൻ ഡിസംബർ. എന്താണ്? നോർത്തേൺ പോൾ മാറി നിൽക്കുകയാണ്. സോ ഐ ഹാവ് വിന്റർ സോൾസ്റ്റൈസ്. ഐ ഗോ ടു മാർച്ച്. ഓക്കെ, ഇറ്റ് വിൽ ഫോൾ ഡയറക്ട്ലി ഓൺ ദി ഇക്വേറ്റർ. ഓക്കെ, സീസൺസിൽ വലിയ മഴകളൊന്നുമില്ല. സമ്മർ വരും, ബട്ട് വലിയ മഴകളൊന്നുമില്ല. വി ഹാവ് സമ്മർ ഹിയർ. Summer, so because my north pole is nearest to sun, okay, and I am coming here for directly on the equator. I have equinox here, equal day and night, equal day and night. I have winter here, I have summer there. Okay, note പറയാം, അത് കഴിഞ്ഞ് എഴുതിയാൽ മതി. അല്ല, വരച്ചാൽ മതി. എന്തോ രാജ്യത്തിന് വരത്തില്ല, ഹെമിസ്ഫിയർ വെച്ചിട്ട് വരും. ഏത് രാജ്യങ്ങൾ ഹെമിസ്ഫിയർ നിൽക്കുന്നോ അപ്പൊ ആ തണുപ്പ് വരുന്ന ആ സമയത്ത് തന്നെയാണ്. ഓക്കെ, വി ഹാവ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ഹെമിസ്ഫിയർ. നോർത്തേൺ ഹെമിസ്ഫിയർ നമുക്ക് ഡിസംബറിൽ അല്ലെങ്കിൽ 21, 22 ആ സമയത്താണ് ഏറ്റവും കൂടുതൽ തണുപ്പും നമ്മൾക്ക് വരുന്ന വിന്ററും ആ സീസണിൽ തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച്. ഇപ്പൊ രാജ്യങ്ങൾ വെച്ച് സാർ കോട്ട് ചെയ്യേണ്ട, യു ക്യാൻ സീ വിത്ത് ദ ഹെമിസ്ഫിയേഴ്സ്. ഒരു ഹെമിസ്ഫിയർ നോക്കിയിട്ട് അത് നമുക്ക് സപ്പോസ് ഓസ്ട്രേലിയ ക്രിസ്മസിന് ഭയങ്കര ചൂടാണ്. എന്താണ്? സമ്മർ ദെയർ, പാർത്ത് ഹെമിസ്ഫിയർ അല്ലേ. ഓക്കെ, സൗത്ത് ആഫ്രിക്ക ആൻഡ് ടുവേർഡ്സ് ഫോക്ലൻഡ് ഐലൻഡ് ഇൻ സൗത്ത് അമേരിക്ക, ഇവിടെ എല്ലാം ക്രിസ്മസ് നമുക്ക് ഭയങ്കര ചൂടാണ്. നമുക്ക് ക്രിസ്മസ് തണുപ്പല്ലേ. അല്ലെ യു ഗോ ടു വെസ്റ്റ് US, നോർവേ കൺട്രീസ്, ക്രിസ്മസ് നമുക്ക് തണുപ്പാണ്. സെയിം. Subheading seasons, sorry, reasons for seasons എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. സബ്ഹെഡിങ് എന്താ? സീസണാലിറ്റി യു ഹാവ് റിട്ടൺ. ഓക്കെ, ഫസ്റ്റ് വൺ, എർത്ത് റെവല്യൂഷൻ ഓൺ ഇറ്റ്സ് ഓർബിറ്റ് അറൌണ്ട് ദ സൺ. നമ്പർ 1, എർത്ത് റെവല്യൂഷൻ ഓൺ ഇറ്റ്സ് ഓർബിറ്റ് അറൌണ്ട് ദ സൺ. ഓൺ ഇറ്റ്സ് ഓർബിറ്റ് അറൌണ്ട് ദ സൺ. ഇതാണ് സീസൺസ് മാറാൻ ഒരു കാരണം. ഓക്കെ, സെക്കൻഡ് കാരണം, Earth's daily rotation on its axis. Earth's daily rotation on its axis. അത് കാരണവും സീസൺസ് മാറും. തേർഡ് വൺ, tilt of the earth axis. ആ ചരിവ്, tilt of the earth's axis, അതാണ് മെയിൻ കാരണം സീസൺസിന്. tilt of the earth's axis. ഫോർത്ത് വൺ, axial parallelism. AXIAL, axial parallelism. എന്താ ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും. എവറിത്തിങ് ആക്സിയൽ ഇസ് പാരലൽ, ആക്സിസ് പാരലൽ. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതിക്കോ, അൺചേഞ്ചിങ് ഓറിയന്റേഷൻ. ആ, ബാക്കി ഈ ഫാക്ടേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. റെവല്യൂഷൻ, മെയിൻ ഇസ് റെവല്യൂഷനും ടിൽറ്റഡ് ആക്സിസും ആണ്. ഓക്കെ, ബ്രാക്കറ്റിൽ എഴുതിക്കോ, അൺചേഞ്ചിങ് ഓറിയന്റേഷൻ ഓഫ് ദ എർത്ത്സ് ആക്സിസ്. അതാണ് ആക്സിയൽ പാരലലിസം എന്ന് പറഞ്ഞ അർത്ഥം. Unchanging orientation of the Earth's axis. Okay, and last one, Earth's spherical shape. Earth's spherical shape. ഇതെല്ലാം കാരണമാണ് സീസൺസ് ഉണ്ടാവുന്നത്. Earth apostrophe spherical shape. ഈ ഡയഗ്രാം വെച്ചോ. കറക്റ്റായിട്ട് വരയ്ക്കണേ. ആ നോർത്ത് പോൾ സൗത്ത് പോൾ റേസ് വീഴുന്നത്. സൺ റേസ് വിൽ ഫോൾ ഹിയർ. ഈ ലൈനപ്പുറം സൺ റേസ് പോത്തില്ല.
ഇങ്ങോട്ട് വെട്ടം വരുത്തതേ ഇല്ല ഈ ദിവസങ്ങളിൽ. 24 hours ഫുൾ ഡാർക്ക്. ഇവിടെയും ഇങ്ങനെ തന്നെ സൺറൈസ് ഇവിടെ വന്ന് വീഴും. സോ 24 hours ഫുൾ ഡേ ലൈറ്റ്. ഓക്കെ, അവിടെ രാത്രിയിലിട്ടു. ഈ ദിവസങ്ങളിൽ നോർത്തേൺ പോളിൻ്റെ അടുത്ത് 24 hours ഡേ ലൈറ്റ് ആയിരിക്കും. താഴെ ഇവിടം വരെ ലൈറ്റ് വരും. ഡിസംബർ ഇങ്ങോട്ട് പോകുമെന്നോ? അവിടെ ഫുള്ള് നൈറ്റ് ആയിരിക്കും. ഈ ഡേറ്റിൽ ഇവിടെ ഫുൾ നൈറ്റ്, 24 hours നൈറ്റ്, നോ ലൈറ്റ്. ഓക്കെ, സെയിം സമ്മറിൽ 24 hours ഉള്ള സൺ ഉദിക്കത്തേ ഇല്ല. 24 hours they will have light. ഇന്നലെ നോർത്തേൺ പോളറൊക്കെ നല്ല വെട്ടമായിരുന്നു. ഇന്നലെ വീട്ടില് തണുപ്പ് ഹീറ്റർ വാങ്ങിച്ചു സാറ്. കുളിക്കാനുള്ള ഹീറ്റർ. ഞാൻ വെച്ചിട്ട് റൂം തണുപ്പിക്കാനുള്ള ഹീറ്റർ വാങ്ങിച്ചു. ആണ്. ഡിസംബർ 22-നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് വരുന്നത്. അങ്ങനെ ഇന്നലെ നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്തിട്ട് നമുക്ക് വേറെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ പൊല്യൂഷനും അതെല്ലാം കാരണം വി ഡോണ്ട് ഫീൽ ദാറ്റ്. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു, കറക്റ്റ് അങ്ങനെ തന്നെ. ഞാൻ പറയട്ടെ, ഇപ്പം സിക്കിം, നോർത്ത് അവിടെയൊക്കെ പോയാൽ ദേ വിൽ ഫീൽ ദാറ്റ്. കാരണം അവർക്ക് പൊല്യൂഷൻ കുറവാണ്. വാട്ട് എവർ എൻവയോൺമെൻറ്റ് ഈസ് ദേ ക്യാൻ ഫീൽ ഇറ്റ്. നമുക്കത് പറ്റില്ല. ആ ക്യാപ്പ് ഒന്ന് തരുമോ? അല്ല, നോട്ട്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം, കാരണം തുടങ്ങിയാലും തീരില്ല, കുറേ ഉണ്ട്. Notes we'll write next class, because if we start it will not finish in 15 minutes.